A triangle is to be drawn with one side 8 centimeter and an angle on it 40 degree. What should be the minimum length of the side opposite this angle? അതായത് ഒരു വശം 8 സെന്റിമീറ്റർ അതിൽ ഒരു കോൺ 40 ഡിഗ്രിയുമായ ഒരു ത്രികോണം വരക്കണം. 40 ഡിഗ്രി കോണിനെതിരെയുള്ള വശത്തിന്റെ നീളം ചുരുങ്ങിയത് എത്ര സെന്റിമീറ്റർ ആകണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ട്രയാങ്കിളോട് ഇങ്ങനെ ഒരു എക്സാമ്പിൾ വരച്ചിട്ടുണ്ട്. ഒരു 8 സെന്റിമീറ്റർ ഞാൻ നേരെ തിരിച്ചാണ് വരച്ചിട്ടുള്ളത്. ഇങ്ങനെ വരക്കാം. താഴെ ഒരു 8 സെന്റിമീറ്റർ വരച്ചു, എന്നിട്ട് ഇവിടുന്ന് ഒരു 40 ഡിഗ്രി എടുത്തു, എന്നിട്ട് ഇവിടെ ഒരു 40 ഡിഗ്രി വരച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 40 ഡിഗ്രിക്ക് എതിരെയുള്ള വശം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. റൈറ്റ് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാലാണ് നമുക്ക് സൈൻ കോസ് ടാൻ ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രണ്ട് സൈഡുകൾ വെച്ച് ഒരു സൈഡും ഒരു ആംഗിളും വെച്ചിട്ട് നമുക്ക് മറ്റു സൈഡുകൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഈ എന്താ പറയാ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് പോരാത്തതിന് ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോഴും നമുക്ക് എന്താണ് 90 ഡിഗ്രി ഇവിടെ ഒരു സൈഡ് ഈ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ നമുക്കില്ല. ഉണ്ടോ? അപ്പോ നമുക്ക് ചുരുങ്ങിയത് എത്ര ആവണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കപ്പോൾ ഒരു എന്താ പറയാ അതിന് നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് സൈൻ വെച്ചിട്ട് നമുക്ക് ചെയ്താൽ പോരെ അല്ലെ? അപ്പൊ ഇവിടെ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ചുരുങ്ങിയത് എത്ര ആവണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ചുരുങ്ങിയത് എത്ര ആവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ചിത്രം വെച്ചിട്ട് ഇത് കാണിച്ചു തരാം, ഒരു കൂടി പറഞ്ഞുതരാം. അതായത് ഈ 40 ഡിഗ്രിക്ക് ഈ ചുരുങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴെ എത്രയാവാൻ പാടില്ല, കൂടാന്നാണ്. ഈ ലെങ്ത് 40ന് ഓപ്പോസിറ്റ് ഇപ്പൊ ഞാനിതാ ഇവിടുന്ന് ഇങ്ങനെയാണ് വരച്ചിട്ടുണ്ടെങ്കിൽ അത് എബിനേക്കാൾ കൂടുതലാവൂലേ? ഇനി ഇപ്പുറത്തോട്ട് വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും എബിനേക്കാൾ കൂടുതലാവൂലേ? എപ്പോഴും ഏറ്റവും ചെറിയ ലെങ്ത് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. എപ്പോഴും ഏറ്റവും ചെറിയ ലെങ്ത് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. നിങ്ങൾ എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാലും അപ്പോഴും ഇത് 90നേക്കാൾ കൂടുതലാണ് അല്ലെ? കണ്ടാൽ പറയാം നമുക്ക് അല്ലെ, എ ബിനേക്കാളും കൂടുതലായിരിക്കും നിങ്ങൾ എങ്ങോട്ട് വരച്ചു കഴിഞ്ഞാലും കിട്ടുക. അപ്പൊ എപ്പോഴും ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ടുള്ളത്. അപ്പൊ 40-നെതിരെയുള്ള വശം കാണണം, ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട് എത്രയാ? സൈന് കാണണം. അപ്പൊ സൈൻ 40 ഈക്വൽ ടു എ ബി ബൈ എ സി. എ സി 8 ആണ് തന്നിട്ടുണ്ട്. സൈൻ 40ന്റെ വാല്യൂ 0.64 കൊടുത്തു. 8നെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ദെൻ 0.64നെ 8 ഗുണിക്കുമ്പോൾ 5.12. അപ്പൊ എ ബിയുടെ നീളം കിട്ടിയത്രയാ 5.12. ചുരുങ്ങിയത് 5.12 ആവും, അതിൽ കൂടുതലാവാം, അതിന് യാതൊരു കുഴപ്പം ഇല്ല. അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ മിനിമം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ കൂടി എഴുതി യാതൊരു കുഴപ്പം ഇല്ല. മിനിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? 5.12 ആയിരിക്കണം. ഓക്കെ ആണല്ലോ? ഇവിടെ എന്തുകൊണ്ടാണ് സൈൻ എടുത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് 90 ഡിഗ്രി എടുത്തത് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോ ഈ എയിൽ നിന്ന് 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ആണല്ലോ, എയിൽ നിന്ന് ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലും എങ്ങനെ വരച്ചു കഴിഞ്ഞാലും അത് ആ എബിനേക്കാൾ കൂടുതലായിരിക്കും. നമ്മളോട് മിനിമം ആണ് ചോദിച്ചിട്ടുള്ളത്, മിനിമം. അപ്പൊ അത് എത്രയാണ്? 5.12. ഓക്കെ ആണല്ലോ? എന്തുകൊണ്ടാണ് 90 ഡിഗ്രി എടുത്തതും എങ്ങനെയാണ് ആ സൈഡ് കണ്ടുപിടിച്ചത് നോക്കിയാലോ?